ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ക്വിസാണ്. ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സയൻസ് ക്വിസിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തോളൂ. ശരി, നമുക്കിനി ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ദേശീയ ശാസ്ത്രദിനം എന്നാണ്? ദേശീയ ശാസ്ത്രദിനം എന്നാണ്? ഉത്തരം എല്ലാവരും ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. ദേശീയ ശാസ്ത്രദിനം വരുന്നത് ഫെബ്രുവരി 28 എന്നാണ്. ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28. അടുത്ത ചോദ്യം, കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം ഏതാണ്? കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകം ഏതാണ്? ഉത്തരം ജീവകം എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട പ്രധാന ജീവകമാണ് ജീവകം എ. അടുത്തത്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. അടുത്ത ചോദ്യം, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം ക്ഷയം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ഹുക്ക്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ലോക മണ്ണ് ദിനം എന്നാണ്? ലോക മണ്ണ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 5. ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. ചോദ്യം ഇതാണ്, വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ടങ്സ്റ്റൺ. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. അടുത്ത ചോദ്യം, വീടുകളിലെ കിണറുകളിൽ ശുചീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? വീടുകളിലെ കിണറുകളിൽ ശുചീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം വരുന്നത് ബ്ലീച്ചിങ് പൗഡർ. വീടുകളിലെ കിണറുകളിൽ ശുചീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏതാണ്? ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം പാമ്പാണ്. അപ്പോൾ പാമ്പിന് ഗന്ധം തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഓർഗനാണ്, ശരീരത്തിലെ ഒരു അവയവമാണ് ജേക്കബ്സൺസ് ഓർഗൻ. ഓക്കെ ആണല്ലോ. അടുത്തത്, കാറ്റിൻ്റെ വേഗത അളക്കാൻ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗത അളക്കാൻ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം വരുന്നത് അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? അനിമോമീറ്റർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. അടുത്ത ചോദ്യം ഇതാണ്, മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം നോക്കിക്കോളൂ, തലച്ചോർ. മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മെനിഞ്ചൈറ്റിസ്. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമേത്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്?
ഉത്തരം വരുന്നത് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ഗഗൻയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, നിപ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? നിപ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും, വൈറസ് ആണ് അല്ലേ. നിപ രോഗത്തിന് കാരണമായ രോഗാണു വൈറസ് ആണ്. അടുത്ത ചോദ്യം, ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ആ ആസിഡിൻ്റെ പേരെന്താണ്? ഉത്തരം ഫോർമിക് ആസിഡ്. ഏതാണ്? ഫോർമിക് ആസിഡ് മൂലമാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന തോന്നുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ലാവോസിയർ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ. അടുത്ത ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഉത്തരം വരുന്നത് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് ഏത് ശാസ്ത്രജ്ഞനാണ്? ഉത്തരം എഡ്വേർഡ് ജെന്നർ. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് ജെന്നർ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ഉത്തരം ശ്വാസകോശം. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ശ്വാസകോശത്തെ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം സ്വർണം. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ്? വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, പ്ലാറ്റിനമാണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണവും വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനവുമാണ്. അടുത്ത ചോദ്യം, കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം വരുന്നത് ക്ലോറിൻ ആണ്. കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ക്ലോറിൻ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ പേരെ ബാധിക്കുന്ന രോഗം ഏതാണ്? ഏറ്റവും കൂടുതൽ പേരെ ബാധിക്കുന്നൊരു രോഗം ഏതാണ്? ഉത്തരം ജലദോഷമാണ്. ഏറ്റവും കൂടുതൽ പേരെ ബാധിക്കുന്ന ഒരു രോഗം എന്നറിയപ്പെടുന്നത് ജലദോഷമാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് സിലിക്കൺ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം ഇതാണ്, ഡെങ്കിപ്പനിക്ക് കാരണം എന്താണ്? ഡെങ്കിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ഉത്തരം വരുന്നത് വൈറസ് ആണ്. ഡെങ്കിപ്പനിക്ക് കാരണം വൈറസ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ് കാണപ്പെടുന്നത്? നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ് കാണപ്പെടുന്നത്? ഉത്തരം വൃക്കയിലാണ്. നെഫ്രോൺ കാണപ്പെടുന്നത് വൃക്കയിലാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? അന്തരീക്ഷമർദ്ദം കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം വരുന്നത് പാസ്കൽ. അന്തരീക്ഷമർദ്ദം കണക്കാക്കുന്ന യൂണിറ്റ് പാസ്കൽ. അടുത്ത ചോദ്യം ഇതാണ്, പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം വരുന്നത് സെറിബ്രമാണ്. പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം.
അടുത്ത ചോദ്യം ഇതാണ്. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു ഏതാണ്? പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു ഏതാണ്? ഉത്തരം കാർബൈഡാണ്. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായൊരു രാസവസ്തു കാർബൈഡ്. അടുത്തത്, ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? ഉത്തരം വൃക്ക. വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ്? മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ്? ഉത്തരം വരുന്നത് ടെക്നീഷ്യം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകമാണ് ടെക്നീഷ്യം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടത് സയൻസ് ക്വിസാണ്. ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സയൻസ് ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത ചോദ്യങ്ങളാണിവ. അപ്പോൾ എല്ലാം പ്രധാനപ്പെട്ടവ തന്നെയാണ്. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്കായി ഇനി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചോദ്യം ഇതാണ്. ദേശീയ ശാസ്ത്രദിനം എന്നാണ്? ദേശീയ ശാസ്ത്രദിനം എന്നാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ പെട്ടെന്ന് പോയി ആ ഉത്തരം പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ദേശീയ ശാസ്ത്ര ദിനം എന്നാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായി എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.